ഞാൻ പറയുന്നത് പാർട്ടിക്ക് യോജിക്കാത്തതെന്നാണ്. ഞാൻ പാർട്ടിക്ക് സമാന്തരമായി പോകുന്നില്ല. ചേർന്ന് നിൽക്കുന്ന ആരാ? പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നത് പാർട്ടിക്കാരല്ലാത്ത ജനങ്ങളല്ലേ. പാർട്ടിക്കാരെങ്ങനെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നത്? പറ. പാർട്ടിക്ക് വെളിയിലുള്ള ഒരാളിനെ പോലെ പാർട്ടിയോട് ചേർന്ന് നിൽക്കാൻ. പാർട്ടിക്കകത്തുള്ളവർ ഒരു സ്ട്രക്ചറാണ്. ഞാനതിനകത്തല്ലേ, ഒരു സാധാരണ മെമ്പറായിട്ട് ഞാൻ ഇരിക്കുകയല്ലേ. 4 ബ്രാഞ്ച് യോഗത്തിന് ഞാൻ പോയി. DC ഓഫീസിൽ ഒരാഴ്ച മിനിമം 3 തവണ പോകും. സഹിച്ചറിയാൻ ഒരു മാസത്തിൽ എത്ര ദിവസം വരും ചാർജുള്ള ജില്ലയിലെ പാർട്ടി ഓഫീസിൽ? അവിടുത്തെ ജീവനക്കാരോട് ചോദ്യം. ഞാൻ എല്ലാ ആഴ്ചയിലും മിനിമം 3 ദിവസം പോയി. ചായയും തരും, പത്രമൊക്കെ എടുത്തോണ്ട് തരും അവിടുത്തെ സഹാക്കൾ. ഒരു സന്തോഷമായി ചെല്ലുന്നത്. ഞാൻ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റിയിൽ പോയി വിഘടനം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റിയിൽ പോയി വിഘടനം ഉണ്ടാക്കും ആരെ പറ്റിയെങ്കിലും ജില്ലാ നേതൃത്വത്തിന് എന്തെങ്കിലും പറയുന്നില്ല. പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അറിയാവുന്നവരോടെ പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തരും പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോകുമ്പോൾ എന്തെല്ലാമാണോ. ഞാൻ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് പറഞ്ഞെങ്കിൽ ഇന്നലെ മാത്രമാണ്. അത് വൃത്തികെട്ട പോസ്റ്റ് എടുത്തതുകൊണ്ട് പറഞ്ഞതാണ്. സഹിച്ചറിയാൻ്റെ പേര് ഇപ്പം ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ നടക്കേണ്ടത് അദ്ദേഹം നടന്നില്ല എന്ന് ഞാൻ ഇന്നാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും വേറെ ആരോപണം ഞാൻ പറഞ്ഞു. ഇപ്പം എന്തിനും ഇങ്ങനെയാണോ പറയേണ്ടത്? ഇത് മുഖ്യമന്ത്രിയോടെ പോയിരിക്കുകയല്ലേ. അപ്പം മുഖ്യമന്ത്രി കൊടുക്കുന്ന ആ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ഞാനിതുപോലെ മുഖ്യമന്ത്രിയുടെ കൂടെ പോയിരുന്ന ആളാണ്. എന്നെ കൊണ്ടാണ് മോദിജിയെ കാണാൻ പോയത് ഡൽഹിയിൽ, ദേശീയപാതയുടെ കാര്യത്തിലൊക്കെ. എന്നെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. കാരണം ഞാൻ മരാമത്ത് മന്ത്രിയാണ്. ഇപ്പം അദ്ദേഹത്തെ കൊണ്ടുപോയി. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന അദ്ദേഹത്തിനുള്ള ഇത് ആലപ്പുഴയാണ്. ഇത് പുന്നപ്രവലാരുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ താമസം തുടങ്ങിയിട്ട് 45 വർഷമായി. ഒരു പ്രശ്നവും എന്നെപ്പറ്റി ആരും ഇവിടെ പറയത്തില്ല, ഒരു ജനങ്ങളും പറയത്തില്ല. ഞാൻ എന്നെപ്പറ്റി പറയേണ്ടി വന്നത് ഇവർ പറയാത്തതുകൊണ്ട്. ഇവരൊക്കെയാണ് എനിക്ക് അനുകൂലമായിട്ട് പറയേണ്ടത്. എന്ത് കഷ്ടപ്പാടിലാണ് കഴിയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. ആദ്യം ബി ജെ പി ഇപ്പോൾ എന്ന് പറയുകയാണ് ഈ സഹിച്ചറിയേണ്ട ആൾക്കാർ. പല പഞ്ചായത്തുകളും ചെങ്ങന്നൂരിൽ കോൺഗ്രസുമായി കൂട്ടുകെട്ടാണ്. പഞ്ചായത്തിൻ്റെ ഭരണം പാർട്ടി അറിഞ്ഞിട്ടാണോ? ഞാൻ എവിടെയെങ്കിലും കോൺഗ്രസുമായി കൂട്ടുകെട്ടുണ്ടാക്കേണ്ടത്? സെക്രട്ടറി ആയിരുന്നപ്പോൾ മുനിസിപ്പാലിറ്റി കോൺഗ്രസുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിച്ചു, പാർട്ടി തടഞ്ഞു. അത് ഞാൻ സെക്രട്ടറിയിലുണ്ട്. ഇതല്ലേ സത്യം? ഉപദേശിക്കുന്നതിന് മുമ്പ് സൂക്ഷിക്കണം ആരോടാണ്. എന്നോട് ഫൈറ്റ് ചെയ്ത്, അതായത് ആശയപരമോ സംഘടനാപരമോ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരാളും ജയിച്ചില്ല. കാരണം ഞാൻ കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. 30 വർഷം പിണറായി വിജയൻ സാറിനോടൊത്ത് പ്രവർത്തിച്ചു. ഒരു ക്യാബിനറ്റിൽ പ്രവർത്തിച്ചു. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു, ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു. ഒരു കാലത്തും പിണറായി വിജയനുമായി എനിക്കൊരു ഇടർച്ച ഉണ്ടായില്ല. ഒരുപാട് പേര് ഇടർന്നല്ലോ. ഇടർച്ച ഉണ്ടായിട്ടോ? എന്ത് കേട്ടോ? എനിക്ക് ഇടർച്ച ഉണ്ടായില്ലല്ലോ. എല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനത് അംഗീകരിച്ച് പ്രവർത്തിക്കും. എൻ്റെ വിശ്വാസമായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഭയങ്കര സൈബർ ആക്രമണം സ്വപ്നയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ ദേശാഭിമാനിയുടെ പ്രവർത്തകരായ ഇപ്പം മീഡിയ അതിൻ്റെ ചെയർമാനില്ലേ RS ബാബു, അദ്ദേഹം വന്ന് ഇങ്ങനെ ഇതിന് അതിനെ സുഹാരസാവെന്ന് പ്രതികരിക്കണം. അത് നല്ലതായിരുന്നു. ഞാൻ പ്രതികരിച്ച് പത്രസമ്മേളനത്തിൽ 1.5 മണിക്കൂർ നടത്തിയില്ലേ. ആ പഴയ നിങ്ങളുടെ വീഡിയോകളൊക്കെ നോക്ക്, അതെടുത്ത് കാണിക്കുക എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന്. പിണറായിക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷമായി. പാർട്ടി സഹാക്കളുടെ മൊത്തം ലോകം മുഴുവനുള്ള മലയാളിക്ക് സന്തോഷം. എന്നാലും അതായിരുന്നു എന്നെയല്ലേ ഓനപ്പെടുത്തി. ചെറിയനെ അല്ലല്ലോ, ബാലനെ അല്ലല്ലോ. ബാലനുണ്ടല്ലോ അത് ക്യാബിനറ്റിൽ എൻ്റെ കൂടെ. എന്താ ഓനപ്പെടുത്താൻ? സ്വയംവിമർശനം വേണം. നിങ്ങളൊക്കെ ജൂനിയേഴ്സായിരുന്നു, മനസ്സിലായില്ലേ? ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല.